ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ പാസ്ത തയ്യാറാക്കി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചെറുതായിരുന്ന ചിക്കനിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ വീറ്റ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിക്കുന്നത് നല്ലതായിരിക്കും. പാസ്ത വെന്ത് കഴിയുമ്പോൾ വെള്ളം അരിച്ച് മാറ്റി ഇതുപോലെ മാറ്റി വെക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലും കൂടി എടുക്കുന്നുണ്ട്. ഒരു ഒണിയൻ, 2 ഗാർലിക്ക്, കുറച്ച് ബട്ടറും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ ഞാൻ ഗാർലിക്കും ഒണിയനും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ചിക്കനുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മിക്സായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. പാസ്തയിലോട്ടുള്ള ക്രീം ഉണ്ടാക്കാനായിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും 2 സ്പൂൺ മൈദയും കുറുക്കിയെടുത്ത് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ വേവിച്ച് വെച്ച പാസ്തയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രീമി ചിക്കൻ പാസ്ത റെഡിയായിട്ടുണ്ട്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്കും അപ്പോൾ ഈ ക്രീമി ചിക്കൻ പാസ്ത റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് വെള്ളം അധികം ആയാൽ നിങ്ങൾ ഫ്ലെയിം നല്ലതായിട്ട് കൂട്ടിയിട്ടിട്ട് ഒന്നുകൂടെ കുറുക്കിയെടുത്താൽ നമ്മുടെ ക്രീം സെറ്റാവും. സത്യം പറയാലോ, പ്ലേറ്റ് കാലിയാവുന്ന വിധം അറിയില്ല. വീണ്ടും അടിപൊളി വീഡിയോസായിട്ട് കാണാം. താങ്ക്